ഓർക്കേണ്ടത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ പറയുന്ന വാർത്തകളുടെ ഒക്കെ ചുവട്ടിൽ അപ്പുറത്തെ സ്കൂളിൽ ഇത് അനുവദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അനുവദിച്ചവരുടെ ഈ എന്താ പറയാ നിലപാടില്ലായ്മയാണ് ഇന്ന് സമ്മർദ്ദമായിട്ട് മാറിയത്. അതാണ് സത്യം. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും, ഒരു സാമുദായികമായിട്ടുള്ള സംഘടിതത്വം ഇല്ലാതെ പോയി. ഈ മാനേജ്മെന്റ് ഏതെങ്കിലും പാവപ്പെട്ട കന്യാസ്ത്രീകൾ നടത്തുന്നു, അവരെ വന്നിട്ട് ആരെങ്കിലും രണ്ട് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പേടിച്ച് ഈ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സന്യാസിനിമാരോടും പ്രിയപ്പെട്ട വൈദികരോടും ഒക്കെ ഒരു വൈദികൻ എന്ന നിലയിൽ എളിയ സ്വരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. രണ്ടാമത്, ഈ സമുദായത്തിലെ സാധാരണ മനുഷ്യരെ വിശ്വാസത്തിലെടുക്കുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ശക്തമായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ വന്നില്ലെങ്കിൽ സംഘടിത തീവ്രവാദികൾ ഈ സ്ഥാപനത്തെ സമൂലം ഇല്ലാതാക്കും, നശിപ്പിക്കും. അതുകൊണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്നവരോട് ഈ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ഒരേ നിലപാട് പറയാൻ കഴിയണം.